വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയ ഒരു ഏരിയ തന്നെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച വീണ വലിയൊരു ക്യാൻഡലിന്റെ ടോപ്പാണ് മാർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ഇന്നലെ നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റിവേഴ്സൽ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ മാർക്കറ്റ് റിവേഴ്സൽ തന്നില്ല. സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ട് അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരു ചെറിയ റിവേഴ്സൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പൊ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് താഴോട്ടേക്ക് എവിടെ വരെ വരാം എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ ഒരു വലിയ ഇംബാലൻസ് ആയിരുന്നു. ഇംബാലൻസ് ആയിരുന്നെങ്കിൽ പോലും അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ ഉള്ളിൽ വേറെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ നമുക്ക് കിട്ടാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഒരു ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെ ബ്രേക്ക് ചെയ്തു പോയ ഹൈയെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി എങ്ങനെയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ എന്നെല്ലാം നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇന്ന് നല്ല ന്യൂസുകൾ വരുന്ന ദിവസമാണ്. GBP വരുന്നുണ്ട്, അതുപോലെ യൂറോയില് ഫ്രഞ്ചും വരുന്നുണ്ട്, ജർമ്മനും വരുന്നുണ്ട്. ഫ്ലാഷ് ന്യൂസ് ആണ് GBP പിന്നെയും വരുന്നത്. ഈ മൂന്ന് ഫ്രഞ്ച്, ജർമ്മൻ, GBP ഫ്ലാഷ് ന്യൂസുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ GBP റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട്. ഒപ്പം തന്നെ USD ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റ് ഒരു വളറ്റൈൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എസ്പെഷ്യലി കറൻസി. USD വരുന്ന ഫ്ലാഷ് ന്യൂസ് രാത്രി 7:15 ആണ്. എങ്ങനെയാണ് അത് ഗോൾഡിനെ ഇമ്പാക്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീവിയസ് ഫിഗർ 51.3 ആയിരുന്നു. ഫോർകാസ്റ്റ് 51.0 ആണ്. ഫ്ലാഷ് ന്യൂസ് മാനുഫാക്ചറിംഗ് PMIയുടെ വരുന്നത്. അതിന്റെ യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ആക്ച്വലി പ്രീവിയസിനേക്കാളും താഴ്ന്ന ഫോർകാസ്റ്റ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ആക്ച്വൽ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. ന്യൂസ് ടൈമിൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ന്യൂസ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ കിട്ടുന്ന ഫിഗർ കൂടുതലാണെങ്കിൽ, പ്രീവിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ കറൻസി സ്ട്രെങ്ത് ആവുകയും ഗോൾഡ് താഴോട്ട് വരികയും ആണ് സാധ്യത. അതുപോലെ തന്നെയാണ് ഫ്ലാഷ് സർവീസ് PMI വരുന്നത്. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ്. അതും പ്രീവിയസ്ലി വന്നിരിക്കുന്ന 54.8ഉം അതുപോലെ ഫോർകാസ്റ്റ് വരുന്നത് 53.4 ആണ്. എന്ന് വെച്ചാൽ ഫോർകാസ്റ്റ് കഴിഞ്ഞ തവണയെക്കാളും കുറവാണെന്നാണ് കാണിക്കുന്നത്. ആ ഫോർകാസ്റ്റിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നോക്കി കണ്ടു ട്രേഡ് ചെയ്യുക. എങ്ങനെയാണ് മാർക്കറ്റ് ഗതി എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിൽ നേരത്തെ അടയാളപ്പെടുത്തിയതെല്ലാം വൺ ഡേ ക്യാൻഡലിന്റെ ആയിരുന്നു. ഇനി 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സാധ്യതകൾ ഒന്നുകൂടി നോക്കാം. 4 ഹവറിൽ വരുന്ന സമയത്ത് ഇന്ന് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴോട്ടേക്ക് റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നോക്കിയാൽ കാണാം, ഇത് നല്ലൊരു റിജക്ഷൻ തന്ന് മുകളിലോട്ടാണ് നിൽക്കുന്നത്. എനിവേ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സീരിയസ് ആയ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഏത് നിമിഷവും അവിടെ നിന്ന് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തതിന് ശേഷം സപ്പോർട്ട് എടുത്തതിന് ശേഷമായിരിക്കാം മുകളിലോട്ട് പോവുക. അപ്പോൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യാം. 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നത് നേരത്തെ വരച്ച വൺ ഡേ ടൈം ഫ്രെയിമിൽ വരച്ച ഈ ഒരു ബ്ലാക്ക് ലൈൻ ആണ്. അതിന് താഴെ നമുക്കൊരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയ ഉണ്ടോ എന്ന് നോക്കാം. നല്ലൊരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കാണാം, ഈ ഇന്നലെ കയറിപ്പോയ ഏരിയ തന്നെയാണ്. ആ ഏരിയ നല്ലൊരു ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടേക്ക് റിവേഴ്സൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴ്ഭാഗം ഏറെക്കുറെ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടി സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ കുറച്ചും കൂടി സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എനിവേ ഈ രണ്ട് ലൈനിന്റെ ഉള്ളിൽ, രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. അതിന്റെ ഉള്ളിൽ വന്ന മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 4 ഹവറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ക്യാൻഡലിന് വരച്ച അതേ റെസിസ്റ്റൻസ് തന്നെയാണ്.
കുറച്ചൊന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സൽ തരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിജക്ഷൻ വരുന്നുള്ളതെന്നുള്ളത്. ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് വിക്ക് റിജക്ഷൻ വന്ന് ഈ ഒരു സോണിന്റെ താഴെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ താഴെ ക്ലോസ് ചെയ്താൽ അതിന് റിജക്ഷൻ എന്ന് പറയും. അത് ഇത്തിരി കൂടി സ്ട്രോങ് ആയിട്ടൊരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ നല്ല റിജക്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, രണ്ട് രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ചേഞ്ച് തന്നതിന് ശേഷം താഴോട്ടേക്ക് വരിക, അല്ലെങ്കിൽ മുകളിലോ പോയിട്ട് നല്ലൊരു റിജക്ഷൻ തന്നതിന് ശേഷം താഴോട്ട് വരിക. ഇത് രണ്ട് രീതിയിലും സംഭവിക്കാം. എനിവേ, നമുക്ക് എൻട്രി സാധ്യതയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകണം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഇംബാലൻസ് ഏരിയയിലാണ്. 1 അവറിന്റെ ഒരു ഇംബാലൻസ് ഏരിയയിലാണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആ ഇംബാലൻസ് ഏരിയ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഒരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു. റിജക്ഷൻ വന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി അത് SL അടിച്ചിട്ടുണ്ട് മുകളിലോട്ടേക്ക്. SL അടിച്ച് ഹണ്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇംബാലൻസ് ഉണ്ട്, പ്ലസ് റെസിസ്റ്റൻസ് ഉണ്ട്. തൊട്ടടുത്താണ് രണ്ടും കിടക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് എൻട്രി എന്ന്, അല്ലെങ്കിൽ എൻട്രി പോയിന്റുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ 50 മിനിറ്റ്സിലോട്ട് പോവാണ്. 50 മിനിറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഇത് മാർക്ക് ചെയ്തിടാം. അത് ആ ഒരു മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 4 അവറിൽ മാർക്ക് ചെയ്ത സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കുന്നുണ്ട്, ഏരിയ ഒഴിവാക്കുന്നുണ്ട്. 4 അവറിലും 1 അവറിലും ഒരേ സപ്പോർട്ട് ഏരിയ കാണുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒഴിവാക്കുന്നുണ്ട്. 15 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഏഷ്യൻ സെക്ഷനിലാണ് ഇതിപ്പോ കാണുന്നത്, മാർക്കറ്റ് കാണുന്നത്. വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. അപ്പോൾ ഏഷ്യൻ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലണ്ടൻ സെക്ഷനിൽ ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ടൊന്ന് കുറച്ച് പോയി അവിടുന്ന് റിജക്ഷൻ വന്ന് ഒരുപക്ഷെ ഇവിടുന്നോ ഈ ഒരു സോണിന്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ സോണിന്റെ ഉള്ളിൽ നിന്നോ റിജക്ഷൻ വന്നിട്ട് താഴോട്ടേക്ക് വരുന്നതായിരിക്കും. എനിവേ, റിജക്ഷൻ വരുന്ന ഏരിയയെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു ഏരിയയാണ് ഞാൻ ഇവിടെ പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ലൈവ് മാർക്കറ്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് റിജക്ഷൻ കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ വരുന്നുണ്ടോ എന്നുള്ളതിന്റെ സിഗ്നലോ കാണിച്ചു തന്നതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. എൻട്രി എടുത്താൽ തന്നെ നമുക്ക് എവിടെ വരെ വരാം, ഏകദേശം ഇവിടെ വരെ വരാം. നേരത്തെ വരച്ചിരിക്കുന്ന ഒരു ഏരിയ വരെ വരാം. ഇതിന് തൊട്ട് മുകളിൽ വയ്ക്കാം. ഒരു 360 പിപ്പോളം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് ന്യൂസും കൂടിയുണ്ട്. യൂറോയില് നിറച്ച് ന്യൂസ് ഉണ്ട്. അപ്പൊ ലണ്ടൻ സെക്ഷനിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 50 മിനിറ്റ്സിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇവിടെയും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാം. ഒരുപക്ഷെ അത് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപക്ഷെ ഡയറക്റ്റ് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈയിലേക്ക് കൊടുക്കാം. ബൈയിലേക്ക് കൊടുക്കുന്നത് ഇതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് ബൈയിലേക്ക് കൊടുക്കേണ്ടത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം, റിജക്ഷനോ അല്ലെങ്കിൽ കൺഫർമേഷനോ കിട്ടണം. അപ്പോൾ ബൈയിലേക്ക് വെക്കുന്നത് ഇവിടെ നിന്ന് ഏരിയയിൽ നിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടം വരെ വെക്കാം, ഈ നിൽക്കുന്ന ഏരിയ വരെ നമുക്ക് വെക്കാം. ഏഷ്യൻ സെക്ഷന്റെ ഹൈ ഇതുവരെ വെക്കാം. അപ്പോൾ ഒരു ഏകദേശം 260 പിപ്പോളം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിലും കൂടുതലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ US മാർക്കറ്റിൽ വരുന്ന ന്യൂസ് കറൻസിക്ക് അഗേൻസ്റ്റ് ആണെങ്കിൽ വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനും കൂടുതൽ പോകാനുണ്ട്. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും ഫ്രീ ആയി പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ പുതിയൊരു ബാച്ച് ജൂൺ 29th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഭാഗമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.